ഹലോ, നമസ്കാരം. ഈ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ പോയി കഴിച്ചിട്ടൊന്നുമില്ല. അതിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ തുടക്കം തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ ഒന്നുമല്ല. ഈ മൃണാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് നടത്താനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. മാത്രമല്ല, റെസ്റ്റോറൻറ്റ് നടത്തി പരിചയവും എനിക്ക് ഇല്ല. ഇത് പറയാൻ കാരണം, നമ്മൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒപ്പീനിയനൊക്കെ പറയുന്ന സമയത്ത് ആളുകളിങ്ങനെ പറയലുണ്ടെന്ന്, പിന്നെ നീ ഒരു സിനിമ എടുത്ത് കാണിക്കുന്നു. സിനിമ എടുത്ത് കാണിക്കാനൊന്നും അറിയില്ല, നമുക്ക് അഭിനയിക്കാൻ ആക്ച്വലി അറിയാം. അതേപോലെ തന്നെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം. ഇപ്പം മൃണാളിൻ്റെ അവിടെ പോയി ഞാൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ജില്ലകളിൽ നമ്മൾ പല റെസ്റ്റോറൻറ്റിലും പോയിട്ട് ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് എ കസ്റ്റമർ നമുക്കുണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡ് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ തന്നെ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും. നമുക്ക് വല്ലാത്തൊരു ആർത്തി ഉണ്ടാവും. ഇപ്പോൾ വിശന്നിട്ടൊക്കെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, വല്ലാതെ വിശന്നിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും, ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റിലെ ആ ബിരിയാണി ചൂടോടുകൂടി കിട്ടിയിരുന്നെങ്കിൽ, അവിടുത്തെ ആ പൊറോട്ടയും ആ കറി, അല്ലെങ്കിൽ മറ്റേ കറി, അല്ലെങ്കിൽ മറിച്ചേ കറി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ നല്ല തണുപ്പ് ജ്യൂസ് അല്ലെങ്കിൽ ആ ഐസ്ക്രീം, അതൊക്കെ കഴിക്കണത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടന്ന് കളിക്കും. അതൊരു വല്ലാത്ത വികാരമാണ്. അതൊരു വേറൊരു ഫീലാണത്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഒരു റെസ്റ്റോറൻ്റൊക്കെ നടത്തിക്കൊണ്ടുപോവുക, അതായത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒരു നല്ല റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാഫ് വേണം. സെർവ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള, നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പോൾ എല്ലാം കൂടിയും ഒന്ന് ഒത്തിണങ്ങി വന്നാൽ മാത്രമാണ് അത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആവുക, ആളുകൾക്ക് പോയി കഴിക്കാൻ തോന്നുന്ന ഒരു റെസ്റ്റോറൻ്റായിട്ടൊക്കെ മാറുക. ഇപ്പം മൃണാളിൻ്റെ വിഷയം ഞാൻ പറയാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് എത്താം. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് പോയി കഴിക്കുന്ന അല്ലെങ്കിൽ വാങ്ങി കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം പ്രൊമോഷനൊന്നും അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്ഥിരമായിട്ടൊരു കോഴിക്കോട് ബിരിയാണി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കലുണ്ട്. ആദ്യം മേടിച്ചു, പോയി കഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അധികം മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല, ആവശ്യത്തിന് മാത്രം മസാല, നല്ല കിടിലൻ ബിരിയാണി. അതിൻ്റെ കൂടെ അവർ പിക്കിളും തരും, സാലഡും തരും. ഓക്കെ, അടിപൊളി ബിരിയാണിയാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഓർഡർ ചെയ്ത് കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ കോഴിക്കോട് ബിരിയാണി പറയുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതേ രുചി കിട്ടുന്നുണ്ട്. ഒരു ഫ്ലക്ച്വേഷനും നമുക്ക് വരുന്നില്ല, ഒരേ രുചി കിട്ടുന്നുണ്ട്, അതേ ക്വാളിറ്റി അതേ ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടൊക്കെ വിളിച്ച് വരുത്തുന്ന സമയത്ത് വലിയൊരു ഡപ്പയാണ്. ഒരാളെ കഴിക്കാനുണ്ടാവുള്ളൂ, പക്ഷെ രണ്ടാളുകൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ വലിയ ഡപ്പയിൽ അവർ കോഴിക്കോട് ബിരിയാണി ആണെങ്കിൽ ഏത് ബിരിയാണി ആണെങ്കിലും അവർ പാർസൽ ചെയ്തിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഇപ്പം ചില റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു ബിരിയാണി മേടിച്ച് കഴിക്കുന്ന സമയത്ത് അടുത്ത തവണ പോകുമ്പോൾ ചിലപ്പോൾ ഡിഫറൻസ് ഒക്കെ വരാറുണ്ട് അല്ലേ, പലപ്പോഴും പല റെസ്റ്റോറൻറ്റിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന റെസ്റ്റോറൻറ്റിൽ അങ്ങനെ ഒരു സാധനം വരാറില്ല. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ ടേസ്റ്റിൽ തന്നെ അവരിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും അവിടുന്ന് മേടിച്ച് കഴിക്കാനുള്ളൊരു പ്രവണത നമുക്ക് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയാണ്. അത്രയും ടേസ്റ്റ് കിട്ടുന്നതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 200 രൂപയാണ് അവരുടെ കോഴിക്കോട് ബിരിയാണിയുടെ ചാർജ് വരുന്നത്. ഞാൻ കൊതിയോട് കൂടിയിട്ട് ഇരിക്കുകയാണ് ആക്ച്വലി. അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രാന്തത്തോട് കൂടിയിട്ട് ആക്ച്വലി ഇരിക്കുകയാണ്. ഇത് കഴിച്ച് വയറ് നിറയുന്ന സമയത്ത് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അതൊരു ഫുഡല്ലേ, നമുക്ക് അതുണ്ടാക്കുന്ന ആൾക്കാരോട് സ്നേഹം തോന്നും, നമുക്ക് ആ റെസ്റ്റോറൻറ്റിനോട് ഒരു സ്നേഹം തോന്നും, നമുക്ക് വല്ലാത്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ഫുഡ് എന്ന് പറയുന്ന ഒരു മാജിക്കായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അത് വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രം കഴിക്കുന്നതല്ല, ഒരു ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതൊരു വല്ലാത്തൊരു ഒരു സാധനമാണ്. പിന്നെ ഇപ്പോൾ മൃണാളിൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഇപ്പോൾ മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. പോയി കഴിച്ച ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഒരു ലേഡിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഒരു മെയിലിൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിമർശനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, ചില ക്വാളിറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹൈജീനെ കുറിച്ചിട്ടൊക്കെ ആക്ച്വലി വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല, ഞാൻ അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ മൃണാളുടെ ലൈവ് 4 ദിവസം മുമ്പേ വന്ന സമയത്ത് ഞാൻ ആ ലൈവ് ഇന്നാണ് ആക്ച്വലി കണ്ടത്. അതിൻ്റെ അകത്ത് തെറ്റുകുറ്റങ്ങൾ വരും. ഓക്കെ, ഒരു റെസ്റ്റോറൻ്റ് ആവുന്ന സമയത്ത് തെറ്റുകുറ്റങ്ങളും ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിൽ അതൊക്കെ ആൾക്കാർ നല്ലതും മോശമൊക്കെ ആക്ച്വലി പറയും.
ബട്ട് ഈ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്ന സമയത്ത് അതിൻ്റെ ഓണറായ ആളുകൾ അതിനെ ആ രീതിയിൽ എടുത്തിട്ട് അതൊന്ന് പരിശോധിക്കാനും അതിന് വേണ്ട നടപടി എടുക്കാനും അല്ലെങ്കിൽ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ മറുപടി പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കൊടുക്കാനും ഒരു അങ്ങനെ ഒരു രീതിയൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മൃണാളിൻ്റെ ലൈവിൻ്റെ അകത്ത് ആൾക്കാരിങ്ങനെ ഞാൻ പറയാം, ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു ലൈവ് ഉണ്ട്, അതിൻ്റെ അകത്ത് 1 മിനിറ്റ് 27 സെക്കൻഡ് എന്താവുന്ന സമയത്താണ് ആരോ അവിടുത്തെ ബിരിയാണി ഷോകായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് പുള്ളി കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് താനൊക്കെ എവിടുന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ തനിക്ക് ബിരിയാണിനെ കുറിച്ചിട്ട് അറിയില്ല, താൻ അല്ലെങ്കിൽ ഈ വഴിക്ക് വരാത്തൊരാളായിരിക്കും. പുള്ളി ആ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായ ഒരു പുച്ഛിച്ച് അല്ലെങ്കിൽ ഒരു മാതിരി ഒരു തരത്തിലും വാല്യൂ ചെയ്യാത്ത രീതിയിലാണ്. ഇപ്പോൾ ആ കമൻറ്റ് ചെയ്ത ആൾ അവിടെ വന്ന് കഴിച്ചോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ ഒരു സാധനം വരണ സമയത്ത് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാനും അങ്ങോട്ട് തിരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനും ഉള്ളൊരു പരിപാടിയാണ് മൂപ്പർ ആക്ച്വലി കാണിക്കുന്നത്. പിന്നെ അത് പോട്ടെ, ശരി, അത് പോട്ടെ എന്ന് വെക്കുക. ഇപ്പോൾ ഈ ഈച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ റിവ്യൂസിലാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഈ ഹൈജീൻ്റെ ഈച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി പറയുന്നുണ്ട്. ഓക്കെ, ഞാനിത് ആ റെസ്റ്റോറൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയില്ല, ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ അർഹനല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസംസ് വീഡിയോസിലൂടെ ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസിലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ പറയുന്ന സമയത്ത് അതൊന്ന് റെസ്പോൺസീവ് ആവണ്ടേ? റെസ്റ്റോറൻ്റ് അല്ലേ, ഫുഡല്ലേ, ആളുകൾ സ്നേഹത്തോടു കൂടി കഴിക്കാൻ വേണ്ടി വരുന്നതല്ലേ, ആഗ്രഹിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി കാര്യമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒന്ന് അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു സൈഡിൽ കൂടെ നടത്തുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനത്തിനെ ആ ഒരു രീതിയിൽ ബിസിനസ് എന്നുള്ള രീതിയിൽ മാത്രം കാണാതെ ഇതൊരു ഫുഡാണ്, സെർവ് ചെയ്യേണ്ട കാര്യം കൂടിയാണ്, ആളുകൾ വരുന്നതാണ്, അപ്പോൾ അതിനെ ആ രീതിയിലും കൂടി ഒന്ന് കണ്ട് അതിനെ എന്താ പറയുക നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ കൊടുത്തിട്ട് ഭാവിയിലെങ്കിലും ഒന്ന് തെറ്റുകൾ തിരുത്തിയിട്ട് മുമ്പോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം, മൃണാളിന് തന്നെയാണ് ഗുണം. മൃണാളിന് ആ ഗുണം വേണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ മൃണാളിൻ്റെ ലൈവിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ ഓരോന്ന് ചോദിക്കുന്ന സമയത്തുള്ള റെസ്പോൺസ് കേൾക്കുന്ന സമയത്ത് ഒരുമാതിരി എല്ലാവരെയും പുച്ഛിക്കുന്ന ലെവലിലേക്കാണ് ആക്ച്വലി മറുപടികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞല്ലോ, റെസ്റ്റോറൻറ്റ് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല, നല്ല പുലിവാലുള്ള പണി തന്നെയാണ്. അപ്പം അത് എന്താ പറയുക, നല്ല രീതിയിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ലെവലിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിറ്റിസിസം ഒന്നും ബാധിക്കുന്നില്ല, റെസ്റ്റോറൻറ്റിനെ ബാധിക്കില്ല. അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും. ഞങ്ങൾ പോയി കഴിച്ചതാണല്ലോ, അടിപൊളി ഫുഡാണല്ലോ അവിടുത്തെ, നിങ്ങൾ വെറുതെ അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരും. മനസ്സിലായില്ല? അല്ലാതെ ഒരിക്കലും നമുക്കൊരു നല്ല സിനിമയെയോ അല്ലെങ്കിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിനെയോ തകർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ആ തല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട്, അതായത് റെസ്റ്റോറൻറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് അവിടെ കഴിച്ചിട്ട് നല്ല അനുഭവം ഉണ്ടായിരുന്ന ആൾക്കാർ ഒരുപാട് വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും ആൾക്കാർക്ക് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് പറയാം, ഞാൻ അവിടെ പോയി കഴിച്ചിട്ടുണ്ട്, അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നല്ല ഹൈജീനാണ്, നല്ല ഫുഡാണെന്നൊക്കെ ഉള്ള അഭിപ്രായമുള്ള ആൾക്കാർക്കും ഇവിടെ വന്നിട്ട് ആക്ച്വലി പറയാം. ഓക്കെ, ഒരു കുഴപ്പമില്ല, അത് പറയണം. നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയണം. അപ്പോൾ അത് വരുന്നു പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുമെന്നുള്ളത്. പക്ഷെ ഇപ്പം കണ്ടോടത്തോളം കുറച്ച് ആൾക്കാർ വന്നിരുന്നിട്ട് ആ റെസ്റ്റോറൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവിടെ പോയി കഴിച്ചവരാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചും തരുന്നുണ്ട്. ഒരു ലേഡിയുടെ വീഡിയോൻ്റെ അകത്ത് അവരത് കഴിക്കുന്നുണ്ട്, ഒരു ഫുഡ്, അതെന്തോ തണുത്ത ഫുഡാണെന്നൊക്കെ രീതിയിൽ അവരിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്രിറ്റിസിസംസ് വരുന്ന സമയത്ത് അതിനെ അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിച്ച് കസ്റ്റമേഴ്സിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഫുഡാണ്, അകത്ത് ചെല്ലുന്ന സാധനം, കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ് വിഷയം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഇതാക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഞാനാണ് വലിയവൻ, ഞാൻ അടിപൊളിയാണ്, ഗംഭീരമാണ്, ഞങ്ങൾക്ക് ഫുഡിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എനിക്കറിയാം, നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് വരണ്ട, ഇപ്പോൾ പിന്നെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ബിരിയാണിയെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ വെറുപ്പിക്കുന്നത് എന്തിനാ? കൃത്യമായിട്ട് അത് ഈ പറഞ്ഞ സാധനങ്ങൾ മാന്യമായിട്ടും റെസ്പെക്ട്ഫുള്ളായിട്ടും പറയാം. ഇപ്പം കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ബിരിയാണിയെ കുറിച്ചൊരു കൃത്യമായ ഒരു നോളേജ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ എല്ലാ ഫുഡിനെ കുറിച്ചൊരു കൃത്യമായ നോളേജ് ഉള്ള ആൾക്കാരൊന്നുമല്ല. അവർക്ക് ടേസ്റ്റോട് കൂടിയിട്ട് ആഹാരം കഴിക്കണം, അത് നല്ല രീതിയിൽ ദഹിക്കണം എന്നുള്ളൊരു രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണ് പലരും വരുന്നത്. അപ്പോൾ ഇത് നടത്തിക്കൊണ്ടുവന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ വിവരവും ബോധവും കാര്യങ്ങളൊക്കെ ആക്ച്വലി വേണം. സോ
ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് പറ്റണം. ഇന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് വളരെ ഹെൽത്തി ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ശ്രമിക്കണം. അല്ലാതെ ലൈവിൽ വന്നിരുന്നിട്ട് ആൾക്കാർ ഇത് പറയുന്ന സമയത്ത് ഈ വന്ന് പറയുന്ന ആൾക്കാരെ പുച്ഛിക്കുക, വേറെ പണിയില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ പറയുക, എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക, അങ്ങോട്ട് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പോവുക, ഇങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഡബിളായിട്ട് ആ ക്രിട്ടിസൈസിനെ എടുക്കാൻ വേണ്ടി പറ്റാതെ അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്ത് കൊടുക്കുക. എന്ത് പരിപാടിയാണ്? എന്ത് പരിപാടിയാണ്? ഇപ്പോൾ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ രീതിയിലും എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ടൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. ഇറ്റ് ഹാപ്പൻസ്. മനുഷ്യന്മാർ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. സോ ഇടയ്ക്ക് ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇംപെർഫെക്ഷൻസ് ഇടയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് തുരുതുരാന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ റിവ്യൂസിലും ആൾക്കാർ വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അതിന് മര്യാദയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ലേ വേണ്ടത്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കൂടുതൽ ആളുകൾ വന്ന് കയറി കഴിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കി മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വാളിറ്റിയുടെ കേസിലാണെങ്കിലും ക്വാണ്ടിറ്റിയുടെ കേസിലാണെങ്കിലും ഹൈജീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അതൊന്ന് കൂടുതൽ നിരീക്ഷിക്കുകയല്ലേ ആക്ച്വലി ചെയ്യേണ്ടത്. അപ്പം അത്രയും ഞാൻ മൃണാളിൻ്റെ കേസിൽ പറയുന്നുള്ളൂ. മൂപ്പരെ ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് മൂപ്പരുടെ ലൈവും അതും ഇതുമൊക്കെ പോയി നോക്കുന്ന സമയത്ത് മൂപ്പര് ഇതിനൊന്നും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എടുക്കാതെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കുക, പുച്ഛിക്കുക, അഹങ്കരിക്കുക, ഈ പരിപാടിയാണ് ചെയ്യുന്നത്. അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്നൊരു റെസ്റ്റോറൻറ്റാണ്, അല്ലെങ്കിൽ പോയി കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്, കോഴിക്കോട് ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ലേ. അതേപോലെ തന്നെ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് തൊട്ടേ ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തൊട്ടേ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോഴും നമ്മൾ അവിടെ നിന്ന് പോയി കഴിക്കാറില്ല, കൂടുതൽ ഓർഡർ ചെയ്ത് മേടിക്കലാണ് ആക്ച്വലി ചെയ്യാറുള്ളത്. അവിടെ സ്ഥിരമായിട്ട് ഒരേ തരത്തിലുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറിയ സമയത്ത് എനിക്ക് ആദ്യത്തെ ഒരു രീതിയിലുള്ള ബിരിയാണിയായിരുന്നു ഇഷ്ടം. ഈ ടേസ്റ്റ് മാറിയപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കുക്കിനെ വല്ലതും മാറ്റിയോ അല്ലെങ്കിൽ രീതികൾ വല്ലതും മാറ്റിയോ ചോദിക്കുന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്ത് പറ്റി ചോദിച്ചോ. ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെറുതായിട്ട് മാറിയ പോലെ ഉണ്ട്, മുമ്പത്തെ പോലെയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്താണ് നല്ലതായിട്ടാണോ പറയുന്നത് മോശമായിട്ടാണോ പറയുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോശം എന്ന് പറയുന്നില്ല, നല്ല ഫുഡാണ്. പക്ഷേ എനിക്ക് ആദ്യം കഴിച്ച അവരുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ബിരിയാണിയോടാണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ വന്നതിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് മുമ്പത്തെ അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അയാൾ ഇമ്പ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അത് അവരുടെ കാര്യം. പക്ഷെ ആസ് എ കസ്റ്റമർ അവരോട് ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് അവർ പുച്ഛിക്കാനോ പരിഹരിക്കാനോ ഒന്നും നിന്നില്ല. അവരെ എൻ്റെ അടുത്ത് കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിക്കാനും ടേസ്റ്റ് ഡിഫറൻസിനെ കുറിച്ച് ചോദിക്കാനും എൻ്റെ ആ ഒരു ക്രിറ്റിസിസത്തിനെ അക്സെപ്റ്റ് ചെയ്യാനും അവർ അറ്റ്ലീസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു സംഭവം അവർ വെർബലായിട്ടാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു. അത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല, കൊള്ളാം, എന്താ പറയുക, അവർ മോശമാക്കുന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് നമ്മളൊരു സാധനം പറഞ്ഞപ്പോൾ അവർ ആ രീതിയിൽ എടുത്തല്ലോ എന്നെങ്കിലും നമുക്ക് ആക്ച്വലി തോന്നി. അതാ പറഞ്ഞ. അപ്പോൾ വെറുതെ അഹങ്കരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഏതൊരു ബിസിനസ് ആണെങ്കിലും നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് സ്റ്റാഫ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡീൽ ചെയ്യാനും കൂടിയും പഠിക്കുക. അവരെയും എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരെയും ഹാൻഡിൽ ചെയ്യാനും ഡീസൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനമായ കാര്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ കൂട്ടുകാരായിട്ട് ഇപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂർ ആഹാരം കഴിക്കാനായിട്ട് പോകാറുണ്ട്. ആഹാരം കഴിക്കാനായിട്ട് പോകും. ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ പോവും, വെറൈറ്റി ഡിഷസ് ട്രൈ ചെയ്യും, വെറൈറ്റി റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഇതാക്കും. ചിലയിടത്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റാഫിൻ്റെ ഒന്നും ബിഹേവിയർ നമുക്ക് ഇഷ്ടപ്പെടാറില്ല. അവർ വന്നിട്ട് ഒരുമാതിരി പരിഗണിക്കില്ല, മനസ്സിലായ, പരിഗണിക്കാത്തൊരു ലെവലിലുള്ള ബിഹേവിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പരിഗണിച്ച് നമ്മുടെ പുറകെ നിന്ന് നമ്മളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നല്ല ഫുഡ് സെർവ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരും ആക്ച്വലി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള
ഒരു പെരുമാറ്റം നമ്മുടെ അടുത്തേക്ക് ഈ റെസ്റ്റോറൻറ്റിലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോയിട്ട് പണം ചെലവാക്കാൻ തയ്യാറാണ് നമ്മൾ. പണം തയ്യാറാക്കാൻ പണം എന്താ പറയുക, ചിലവാക്കാൻ ഒരു മടി നമുക്ക് തോന്നാറില്ല. നല്ല ഫുഡിന്, നല്ല സർവീസിന് തോന്നാറില്ല. കാരണം അത്രയും ക്വാളിറ്റിയിൽ ആക്ച്വലി കിട്ടുന്നു എന്നുള്ളൊരു സാധനം ആക്ച്വലി ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യം. അങ്ങനെയാണ് ആൾക്കാർ വേസ്റ്റിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുമാതിരി തൊലിഞ്ഞ ഫുഡും തണുത്തതും പിന്നെ ഇടയിൽ കൂടെ ഈച്ചയുടെ കടിയും കൊള്ളണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അത് ആൾക്കാർ അത്തരത്തിലുള്ള ക്രിറ്റിസിസം വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മര്യാദയ്ക്ക് മറുപടിയെങ്കിലും കൊടുക്കാൻ നിൽക്കുക. അത് ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ടീമൊക്കെ ആയിട്ടിരുന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത്തരത്തിലുള്ള ക്രിറ്റിസിസംസ് വരുന്ന സമയത്ത് അതിനെ സില്ലി ആയിട്ട് എടുത്ത് പുച്ഛിച്ച് തള്ളാതെ ഒന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അതിനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എടുക്കാനെങ്കിലും ശ്രമിക്കണം. അത്രേ പറയാനുള്ളൂ. ഇപ്പം മൃണാളിൻ്റെ കേസ് വരികയാണെങ്കിൽ എനിക്ക് അയാളോട് വിരോധ വെറുപ്പ് പണ്ടാരമൊന്നുമില്ല. ഞാൻ അയാളുടെ വീഡിയോസൊക്കെ അയാൾ കഴിക്കണ കാണാൻ നല്ല രസമാണ്, നമുക്ക് കൊതിയാവും അയാൾ കഴിക്കുന്നത് കാണുന്ന സമയത്ത്. അപ്പം മൂപ്പര് ഈ ഫുഡ് ബ്ലോഗൊക്കെ പല റെസ്റ്റോറൻറ്റിലും പോയിട്ടൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മൂപ്പര് ചില ക്രിറ്റിസിസംസ് ഒക്കെ പറയാറുണ്ട്. ഇവിടെ അത് പോരാ, മറ്റത് പോരാ, ക്വാണ്ടിറ്റി പോരാ, മറ്റേ ക്വാളിറ്റി പോരാ, അങ്ങനെ പോരാ, ഇങ്ങനെ പോരാ, ഹൈജീൻ പോരാ എന്നൊക്കെ പുള്ളിയും പറയാറുണ്ട്. അപ്പം അങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി ആളുകൾ എന്താ പറയുക, അത്തരത്തിലുള്ള ആളുകളുടെ നിന്ന് ഫുഡ് ക്വാളിറ്റി പ്രതീക്ഷിക്കും, ക്വാണ്ടിറ്റി പ്രതീക്ഷിക്കും, ഹൈജീൻ പ്രതീക്ഷിക്കും. അപ്പം അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ, ബേസിക് പ്രതീക്ഷകളല്ലേ, ഹൈ എക്സ്പെക്റ്റേഷൻ അല്ലല്ലോ. അതൊക്കെ ഒരു ബേസിക് എക്സ്പെക്റ്റേഷൻസ് അല്ലേ ആളുകൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അത് മീറ്റ് ചെയ്യാതെ വരുന്ന സമയത്ത് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്ത് വരും. അപ്പം ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ മുഖം നോക്കിയിട്ട് ഞാൻ മൃണാൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോയി കഴിച്ചിട്ടൊന്നുമില്ല, കഴിക്കുകയില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ പറയുന്നതിനല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി. ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെയും ഞാൻ ഗ്ലോറിഫൈ ചെയ്യല്ല. കാരണം എനിക്കറിയില്ല, അവരുടെ എക്സ്പീരിയൻസ് അവർ പറയുന്നു. എനിക്ക് മൃണാളിൻ്റെ ഈ ക്രിറ്റിസിസംസിനോടുള്ള ഒരു അപ്രോച്ചിനോടാണ് എനിക്ക് താല്പര്യക്കുറവ് വരുന്നത്. മനസ്സിലായ? ഇമ്പ്രൂവ് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ ക്രിറ്റിസിസത്തിന് കൊടുക്കുന്ന ഒരു മറുപടികളുണ്ടല്ലോ, ആൾക്കാർ ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ കൊടുക്കുന്ന മറുപടികൾ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്നു. പുച്ഛത്തോട് കൂടിയിട്ടുള്ള രീതിയിലാവുന്നത് കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നുള്ള രീതിയിൽ തോന്നുകയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ മൃണാൾ ചോദിക്കുന്നത് വന്ന് നിർബന്ധിച്ചില്ലല്ലോ കഴിക്കാൻ, വേണമെങ്കിൽ വന്ന് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൃണാളിനോട് പറയാനുള്ളത് എന്താണ് ബായി, ഇങ്ങനെയൊക്കെയാണോ? ഒരു ബിസിനസ് അല്ലേ നിങ്ങൾ നടത്തണത്, നിങ്ങൾക്ക് ലാഭം വേണ്ടേ? ലാഭം മാത്രം മതിയോ? നിങ്ങൾ സെർവ് ചെയ്യുന്നത് ഒരു ഫുഡല്ലേ. അത് വയറ് മാത്രം നിറയാനല്ല, മനസ്സും നിറയാൻ വേണ്ടിയിട്ടാണ് ആഹാരം കഴിക്കണത്. ആൾക്കാർ കഴിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ അറ്റ്ലീസ്റ്റ് റെസ്പെക്ട്ഫുൾ ആയിട്ടൊന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊന്നും ചെയ്യണ്ട, അവിടുത്തെ ഈച്ച ഓടിക്കണ്ട, ഫുഡ് ക്വാളിറ്റി കൂട്ടണ്ട, ക്വാണ്ടിറ്റി കൂട്ടണ്ട, ഒന്നും ചെയ്യണ്ട നിങ്ങൾ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം വരുമ്പോൾ അതിനെ പുച്ഛിക്കാതെ അതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് അതിനൊന്ന് ഡീസൻ്റായിട്ട് മറുപടിയെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മറുപടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വെറുതെ നിങ്ങളുടെ കുഴി തന്നെയാണ് ആക്ച്വലി കുഴിക്കുന്നത്. മനസ്സിലായ? തമാശ കളിയല്ലാന്ന് ഞാൻ പറയേണ്ടത് തന്നെ ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളുകൾക്ക് അറിയാമല്ലോ. റെസ്റ്റോറൻറ്റ് നടത്തുന്ന പറഞ്ഞാൽ തമാശ കളിയല്ല. ഒരു പരിധി വിട്ട് എന്താ പറയുക, അവിടുന്ന് ആഹാരം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാവാതെ അവിടുന്ന് ആഹാരം കഴിച്ചിട്ട് മോശാനുഭവം ഉണ്ടായ ആൾക്കാരുടെ ഭൂരിപക്ഷമാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. മനസ്സിലായ? ഇപ്പോൾ ഒരു ഗംഭീര റെസ്റ്റോറൻറ്റ് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഓപ്പോസിറ്റ് പറയാൻ അറ്റ്ലീസ്റ്റ് ഇപ്പുറത്തെ ആൾക്കാരുണ്ടാവും. ബട്ട് ഉണ്ടാവാത്ത അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് പതനത്തിലേക്കുള്ള യാത്രയാണെന്നേ പറയാനുള്ളൂ. ശരി എന്നാ.